ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് തെലങ്കാന സംസ്ഥാനത്തെ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 116 മുനിസിപ്പാലിറ്റികളിലും തെരഞ്ഞെടുപ്പ് നടന്നത്. കോത്താഗുഡം, കരീംനഗർ, മെഹബൂബ് നഗർ, മംചീരിയൽ, നിസാമാബാദ്, നൽഗൊണ്ട, രാമഗുണ്ടം കോർപ്പറേഷനുകളിലെ 414 വാർഡുകളും 116 മുനിസിപ്പാലിറ്റികളിലെയും 2582 വാർഡുകളും തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് BJPയെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ കുതിച്ചു കയറിയത്. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണത്തിലേറിയ കോൺഗ്രസിന് ആത്മവിശ്വാസമുയർത്തുന്ന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ പുത്തൻ ഉണർവ് ക്രൗഡ് പുള്ളറും മണി മാനേജറുമായ സൂപ്പർ സ്റ്റാർ റെഡ്ഡിയുടെ കൂർമ്മബുദ്ധിപരമായ നീക്കമാണ് ഫലം കണ്ടത് എന്ന് വേണം കരുതാൻ. തൻ്റെ സമയം വരും, നിങ്ങളുടെ അന്ത്യം ഞാൻ കാണും. തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന K. ചന്ദ്രശേഖർ റാവു എന്ന KCRനെ വെല്ലുവിളിച്ചുകൊണ്ട് 9 വർഷം മുമ്പ് ജയിലിലേക്ക് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ. മന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആകുന്നെങ്കിൽ മുഖ്യമന്ത്രിയാകുമെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞു പോയത്. 9 വർഷങ്ങൾക്കിപ്പുറം KCRന്റെ അന്ത്യം കണ്ട് അയാൾ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കുന്നു. സംഘപരിവാറിലൂടെയാണ് രാഷ്ട്രീയ അംഗത്തട്ടിൽ അദ്ദേഹം എത്തുന്നത്. എങ്കിലും പിന്നീട് തെലുങ്ക് ദേശത്തിലൂടെ വളർന്ന് കോൺഗ്രസിലെത്തിയ ആ ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് ഇന്ന് രേവന്ത് റെഡ്ഡി. തെലങ്കാനയിൽ കോൺഗ്രസിന് ആളെ കൂട്ടിയ ക്രൗഡ് പുള്ളറായ ഈ 55കാരൻ ഇന്ന് രാജ്യത്തിൻ്റെ കോൺഗ്രസിൻ്റെ അഭിമാന സ്തംഭമായി മാറിക്കഴിഞ്ഞു. YS രാജശേഖര റെഡ്ഡി എന്ന അതികായൻ്റെ മരണത്തോടെ നേതൃനിരയിലുണ്ടായ ശൂന്യതയാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കോൺഗ്രസിന് തിരിച്ചടിയായത്. പാർട്ടിയിൽ 4 വർഷം മാത്രം അനുഭവ പരിചയമുള്ള രേവന്ത് റെഡ്ഡി എന്ന തീപ്പൊരി നേതാവിനെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയത് ആ വിടവ് നികത്താനായിരുന്നു. കോൺഗ്രസിലെ തൻ്റെ മുൻഗാമി ഉത്തം കുമാർ റെഡ്ഡിയുടെ അടക്കമുള്ളവരുടെ എതിർപ്പിനിടയിലാണ് രേവന്ത് ചുമതലയേൽക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് വിമത നേതാക്കളുടെ ഒരു പട തന്നെ പാർട്ടി വിട്ടു പോകുകയും ചെയ്തു. പക്ഷേ ദേശീയ നേതൃത്വം ഒപ്പം നിന്നതോടെ രേവന്ത് തൻ്റെ കരുക്കൾ കളത്തിലിറക്കി പോരാടുകയായിരുന്നു. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹെലികോപ്റ്ററിൽ പറന്ന് സംസ്ഥാനം ഒട്ടാകെ പ്രചരണം നടത്തി പാർട്ടി നിയമസഭാ കക്ഷി നേതാവും ഭൂരിപക്ഷ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആളുമായ വല്ലു ഭട്ടി വിക്രം മാർക്കറെ ഇറക്കി ഭരണപക്ഷത്തിനെതിരെ പദയാത്ര സംഘടിപ്പിച്ച് മുന്നേറുകയായിരുന്നു രേവന്ത് റെഡ്ഡി. ജനക്കൂട്ടത്തെ അണിനിരത്തി ഹൈദരാബാദിൽ വിജയഭേരി മുഴക്കി BRSനെതിരെ ഭരണവിരുദ്ധ വികാരം അദ്ദേഹം ആളി കത്തിച്ചു. KCRന്റെ വാക്ചരങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് നൽകിയതോടെ ആന്ധ്രാ വിഭജനത്തോടെ വേരറ്റ കോൺഗ്രസിന് പുത്തൻ ഉണർവ് ഏകുകയായിരുന്നു. MP സ്ഥാനം രാജിവെച്ച് KCRനെതിരെ കാമറഡ്ഡിയിൽ പോരാട്ടത്തിനിറങ്ങി രേവന്ത് പാർട്ടിയെ നയിക്കാൻ തനിക്കാണ് ശേഷിയെന്ന് വിളിച്ചു പറഞ്ഞ് തെളിയിച്ചു. KCRന്റെ ജനക്ഷേമ പദ്ധതികളെയും BJPയുടെ വോട്ട് ഭിന്നിപ്പിക്കൽ തന്ത്രത്തെയും തറ പറ്റിച്ച രേവന്ത് 19 നിന്ന് കോൺഗ്രസിനെ 64 സീറ്റിലേക്ക് എടുത്തുയർത്തുകയായിരുന്നു. കടൽ പോലെ ആൾക്കൂട്ടമെത്തിയ അദ്ദേഹത്തിൻ്റെ റാലികൾ കോൺഗ്രസിന് സമ്മാനിച്ചത് തെലങ്കാനയിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയെയാണ്. കോണ്ടംറെഡ്ഡിപ്പള്ളിയിലെ കർഷക കുടുംബത്തിൽ 1969 ജനിച്ചു രേവന്ത്. 2000ൻ്റെ തുടക്കത്തിൽ പ്രത്യേക സംസ്ഥാനത്തിനായുള്ള സമരത്തിൽ K. ചന്ദ്രശേഖർ റാവുവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. കൽവാകുർത്തി മണ്ഡലത്തിൽ നിന്നും നിയമസഭയായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അന്ന് മണ്ഡലം കോൺഗ്രസിന് നൽകിയതോടെ KCRുമായി അദ്ദേഹം അകലുന്നു. YSRൻ്റെയും കോൺഗ്രസിൻ്റെയും ക്ഷണം നിരസിച്ച് തെലുങ്ക് ദേശം പാർട്ടിയിലെത്തുന്നു. പാർട്ടിയിലെ തെലങ്കാന മുഖമായി വളർന്ന് നായിഡുവിൻ്റെ വിശ്വസ്തനായി മാറി. 2009 കൊടങ്കൽ മണ്ഡലത്തിൽ 6000-ൽ പരം വോട്ടുകൾക്ക് അദ്ദേഹം ജയിച്ചു കയറി. 2014 ഭൂരിപക്ഷം ഇരട്ടിയാക്കിക്കൊണ്ട് TDPയുടെ വർക്കിംഗ് പ്രസിഡന്റുമായി. 2014 സംസ്ഥാന വിഭജനത്തോടെ തെലുങ്ക് ദേശം പാർട്ടിക്ക് കോട്ടം തട്ടി. എങ്കിലും 2015 തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് പണമെന്ന ആരോപണവും തിരിച്ചടിയാവുകയായിരുന്നു ഈ രേവന്ത് റെഡ്ഡിക്ക്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് രേവന്ത് KCRന്റെ അന്ത്യം കാണുമെന്ന് വെല്ലുവിളിച്ച് അദ്ദേഹം ജയിലിലേക്ക് കടന്നുപോയത്. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം തിരിച്ച് കത്തിക്കയറുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മൽക്കജഗിരി മണ്ഡലത്തിൽ നിന്നുള്ള ജയം
അദ്ദേഹത്തെ അതീവ ശക്തിമത്തായ നേതാവാക്കി വളർത്തുകയായിരുന്നു. സമീപകാല രാഷ്ട്രീയത്തിൽ മഹാറാലികളുടെ മാനേജരായാണ് രേവന്ത് റെഡ്ഡി അറിയപ്പെടുന്നത്. രാജ്യത്ത് സംസ്ഥാനങ്ങളിലൊട്ടാകെ മോദിയും ജ്ഞാനേഷ് കുമാറും വോട്ട് കൊള്ളയിലൂടെയും EVM വഴിയും തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അധികാരം പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ തൻ്റെ സംസ്ഥാനത്ത് ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി BJPയുടെ ലക്ഷ്യം തകർത്ത് കോൺഗ്രസിനെ വിജയത്തിലെത്തിച്ച രേവന്ത് റെഡ്ഡി ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസിൻ്റെ അഭിമാനമായി ഉയർന്നു കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EVM ഉപയോഗിച്ചപ്പോൾ 34.9% വോട്ട് നേടിയ BJPക്ക് ബാലറ്റ് പേപ്പർ വഴി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലഭിച്ചത് വെറും 15.68% മാത്രമാണ്. ഏകദേശം 20% വോട്ടിൻ്റെ വമ്പൻ ഇടിവ് ഇത് വ്യക്തമാക്കുന്നു. EVMലും വോട്ടർ പട്ടികയിലും BJP ഇക്കാലം അത്രയും വന്ന കൃത്രിമത്രങ്ങൾ ഈ കൊല്ലം നടന്നില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ജനവിധിയെ അട്ടിമറിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട BJPക്ക് ഇത്തവണ നഗരപ്രദേശങ്ങളിൽ അടക്കം കാലിനടിയിലെ മണ്ണ് കുത്തിയൊലിച്ചു പോയി എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ BRSനും ചരിത്രത്തിലില്ലാത്ത പ്രഹരമാണ് ഇത് സമ്മാനിച്ചത്. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസുമായി ഏകദേശം 11% വമ്പൻ തകർച്ചയാണ് BRSന് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ ജനപ്രീതിക്ക് മുന്നിൽ BRSും BJPയും തകർന്നടിയുന്ന കാഴ്ചയാണ് ഇത്. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് കൊള്ളയും SIRഉം EVM തട്ടിപ്പ് വിവാദവും പുകയുന്നതിനിടയിലാണ് ബാലറ്റ് പേപ്പർ വഴി തെലങ്കാനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുതിച്ചു കയറുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ബാലറ്റ് പേപ്പറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തെലങ്കാനയ്ക്ക് പിന്നാലെ പഞ്ചാബും കർണാടകയും EVM വഴി തെരഞ്ഞെടുപ്പ് നടന്നു. BJPക്ക് തിരിച്ചടിയാകുകയായിരുന്നു ഫലം. ഇപ്പോഴിതാ തമിഴ്നാട് EVM ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാജ്യത്ത് EVM ഉപേക്ഷിച്ച് ബാലറ്റ് പേപ്പർ വഴി തിരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിക്ക് മുന്നിൽ BJP തകർന്നടിയുക തന്നെ ചെയ്യും. തെലങ്കാനയിൽ ഇപ്പോൾ വീശിയ കോൺഗ്രസിൻ്റെ ഈ വിജയം അത് രാജ്യത്ത് വീശിയടിക്കും. രാജ്യവ്യാപകമായി EVMലേക്ക് മാറാൻ സംസ്ഥാനങ്ങൾ തയ്യാറെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ BJPയുടെ ഈ പുറംപൂച്ച്. ആകെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. BJP ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോയി ഇടറി വീഴുന്ന നാളുകളാണ് രാജ്യത്ത് ഇനി കാണാൻ കഴിയുക. അത് കോൺഗ്രസിന് മുന്നിലുള്ള പാത വിശാലമാക്കുമെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു കുതിപ്പ് കൂടിയാകും ഇവിടെ സംജാതമാകുന്നത്. ചതിയുടെ വക്രബുദ്ധിയിൽ രാഷ്ട്രീയ എത്തിക്സ് തകർത്ത ജനാധിപത്യ രാജ്യത്തെ അരാജകത്തിൻ്റെ പടുകുഴിയിലെത്തിച്ച മോദിക്ക് നേരെ വീശിയടിക്കുന്ന പടുകൂറ്റൻ പ്രതിഷേധങ്ങൾ കനത്ത പ്രഹരമായി മാറും. അത് BJPയുടെ തകർച്ച പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.